ഈ മഹത്തായ മാസം മുസ്ലിം ലോകത്തോട് വിട പറയുന്ന ജുമുഅ ദിവസമാണ് ഇന്ന്. ലോകമെമ്പാടുമുള്ള മുസ്ലിമുകൾ ഭക്തി നിർഭരമായ പ്രതീക്ഷകളോടെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനും അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകാശിപ്പിച്ച് രാപ്പകലുകൾ അള്ളാഹുവിനെ സ്മരിച്ചും ഓർത്തും ദിക്റുകളിൽ മുഴുകിയും പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെയും കഴിയുന്ന മുഴുവൻ സത്യവിശ്വാസികൾക്കും നൊമ്പരത്തോടുകൂടിയാണ് ഈ ജുമുഅ ദിവസം ഹാജരാകാൻ കഴിയുക. കാരണം ജീവിതത്തിൽ വന്ന ഒരസുലഭ സന്ദർഭം ഈ വർഷം ഇന്ന് അവസാനിക്കുകയാണ്. ഇനി ഒരു വർഷക്കാലം കാത്തിരിക്കണം മറ്റൊരു റമദാനിന്. അതെത്രത്തോളം സാധ്യമാകും എന്നൊന്നും ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇബ്നു നബാത്തുൽ മിസ്രി ഈജിപ്തിൽ നിർവഹിച്ച ഖുതുബകളുടെ സമാഹാരമാണ് കേരളത്തിൽ പല പള്ളികളിലും ഖുതുബയായി നിർവഹിക്കുന്നത്. അദ്ദേഹം റമദാനിൻ്റെ അവസാന വെള്ളി അസ്സലാമു അലൈക യാ ഷഹ്റ റമദാൻ, അസ്സലാമു അലൈക യാ ഷഹ്റൽ ഗുഫ്റാൻ, അസ്സലാമു അലൈക യാ ഖൈറൽ ബർക്കത്തി വർ-റഹ്മ, അസ്സലാമു അലൈക യാ ഷഹ്റത് തറാവീഹ്, അസ്സലാമു അലൈക യാ ഷഹ്റത് തൗബ. ഇങ്ങനെ ആവർത്തിച്ച് റമദാനിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഖുതുബ അവസാനിപ്പിക്കുക. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പഴയ കാലത്തൊക്കെ. അതൊരു വലിയ ഒരു ഉത്സാഹത്തോടെയാണ് ആ സലാമിന് മറുപടി പറയുക സദസ്സ്. അത്രയും വലിയ ഒരു മാസമായിരുന്നു എന്നർത്ഥം. വിശുദ്ധ ഖുർആൻ സൂറ അൻ-നഹ്ൽ നഹലിലെ 2-3 ആയത്തുകൾ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി യഇദുക്കും ലഅല്ലക്കും തദക്കറൂൻ വഔഫൂ ബിഅഹ്ദില്ലാഹ് ഇദാ ആഹദ്തും വലാ തൻഖുദുൽ അയ്മാന ബഅദ തൗകീദിഹാ വഖദ് ജഅൽതുമുല്ലാഹ അലൈക്കും കഫീല ഇന്നല്ലാഹ യഅലമു മാ തഫഅലൂൻ. വളരെ പ്രധാനപ്പെട്ട കുറേ അധികം നിർദ്ദേശങ്ങൾ മുസ്ലിം ഉമ്മത്തിൻ്റെ മുൻപിൽ അള്ളാഹു സമർപ്പിക്കുന്ന ഒരു വചനമാണ്. ഇതേ അധ്യായത്തിൽ തന്നെ ഈ നിർദ്ദേശങ്ങൾക്കപ്പുറം മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അള്ളാഹു അവിടെ വിളംബരം ചെയ്തത് ഏതൊരാൾ നന്നായി ജീവിച്ചു, അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, ഇവിടെ ആണ് പെണ്ണ് വ്യത്യാസമില്ല. ജീവിതം നന്നാക്കിയതാര്? ഈമാനോടുകൂടി. മൻ അമില സ്വാലിഹൻ, സൽപ്രവൃത്തികൾ ചെയ്തതാരാണ്? മിൻ ദക്കരിൻ ഔ ഉൻസ, അതാണായിരുന്നാലും പെണ്ണായിരുന്നാലും. വഹുവ മുഅ്മിനുൻ, അവൻ മുഅ്മിനാണ്. അപ്പം ഈമാനുള്ള ഏതൊരു സ്ത്രീയും പുരുഷനും നിർവഹിക്കുന്ന സ്വാലിഹായ ഏതു തരത്തിലുള്ള അമലും, ഈമാൻ അതിൻ്റെ ഒരു നിബന്ധനയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതിന് അടിസ്ഥാനപരമായി അള്ളാഹു വ്യവസ്ഥ ചെയ്തത് ഈമാനിന് ശേഷമാണ് അതെല്ലാം പരിഗണിക്കുക എന്നാണ്.
ഇപ്പം നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം ഈമാനിന് ശേഷം പരിഗണിക്കുന്നത് കൊണ്ടാണ് ഹിസാബ് രണ്ടാമത് വരാൻ കാരണം. ഇന്നമാ യുഹാസബു ബിഹിൽ അബ്ദു ബഅദൽ ഈമാനി അസ്സലാത്ത്. ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസ്. അള്ളാഹുവിൻ്റെ ഒരു ദാസൻ ഖിയാമത്ത് നാളിൽ ഹിസാബിന് വിധേയമാകുന്നത് നമസ്കാരത്തെക്കുറിച്ചാണ്. പക്ഷേ ഈമാനിന് ശേഷമാണ് ആ ഹിസാബ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ റമളാനിലെ നോമ്പ് പറഞ്ഞ ഹദീസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, എല്ലാവർക്കും മനപ്പാടാണ്. മൻ സ്വാമ റമളാന ഈമാനൻ വഇഹ്തിസാബൻ. റമളാനിൽ ഒരാൾ നോമ്പെടുത്തു, അത് ഈമാനോടുകൂടിയാണ്. അതിൻ്റെ രണ്ടാമത് പറഞ്ഞൊരു വാക്കുണ്ട്, പരലോകത്ത് പ്രതിഫലം തേടിക്കൊണ്ടാണ് നോമ്പ്. നോമ്പ് സ്വകാര്യമായ വ്യക്തിയുടെ അനുഭവ സാക്ഷ്യമാണ്. നോമ്പിന് അടയാളങ്ങളൊന്നുമില്ല, വെളിയിൽ കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അസ്സൗമു ലീ വ അനാ അജ്സാ ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, അത് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് തീരുമാനമെടുത്ത് അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനം എനിക്കുള്ളതാണ്. ഞാനാണ് അവന് പ്രതിഫലം നിർണയിക്കുന്നതും നൽകുന്നതും എന്ന് അള്ളാഹു വെളിപ്പെടുത്തുകയുണ്ടായി. ഖുദ്സിയായ ഒരു ഹദീസ്. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും അത് തന്നെയാണ് ഉണർത്തിയത്. മൻ ഖാമ റമളാൻ. റമളാനിൽ ആരാണ് നമസ്കരിച്ചത്? നിന്ന് പകലായിരുന്നാലും രാത്രിയായിരുന്നാലും റമളാനിൽ ആരാണോ നമസ്കാരം നിർവഹിച്ചത്, അത് രാത്രി നമസ്കാരമാകാം, പകല് നമസ്കാരമാകാം, സുന്നത്തുകളാകാം. സുന്നത്തുകളാണ് ഇവിടെ പ്രതിപാദ്യം. ഈമാനൻ വഇഹ്തിസാബൻ. ഈമാനും പരലോകത്ത് ഇതിന് കൂലി ഉണ്ടാകണം എന്ന പ്രതീക്ഷയിലും ഒരാൾ ചെയ്താൽ, അതുകൊണ്ടാണ് എല്ലാ അമലുകളുടെയും നെയ്യത്ത് പരിഗണിച്ചപ്പോൾ, എല്ലാത്തിൻ്റെയും തുടക്കം നെയ്യത്താണല്ലോ, ആ നെയ്യത്ത് പ്രതിപാദിക്കുകയും വിവരിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ ഒരു യോഗ്യത 4 മദ്ഹബിലും ഇമാമുകൾ വിവരിച്ചത് ഇഖ്ലാസോടുകൂടി വേണമെന്നാണ്. അതിൻ്റെ അർത്ഥം ഇഖ്ലാസായിരുന്നാലും ഇഹ്സാനായിരുന്നാലും പരലോകത്ത് കൂലി കിട്ടണമെന്ന ആത്മാർത്ഥമായ ഹൃദയത്തോടെ വേണം അവനാ അമല് ചെയ്യാൻ. ശരി, അപ്പം ഏതൊരു പുരുഷനോ സ്ത്രീയോ സ്വാലിഹായ ഒരമൽ ചെയ്തു, സ്വാലിഹായ അമല് ജീവിതത്തിൽ ഉടനീളം അനുവർത്തിക്കുന്ന ജീവിത നയമാണത്. അതൊരു പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് മുതൽ പ്രദോഷത്തിൽ കിടക്കുന്നത് വരെയുമുള്ള ബാഹ്യ ജീവിതം, സ്വകാര്യ ജീവിതം, ഇടപെടലുകളും ഇടപാടുകളും ഹൃദയവിശുദ്ധിയും ഇതെല്ലാം അതിൽപ്പെടും. അത് ഇവിടെ വിവരിക്കുകയല്ല. വഹുവ മുഅ്മിനുൻ. എന്നാൽ എന്താണ് അതിൻ്റെ ഒരു ഫലം? ഫലനുഹ്യിയന്നഹു ഹയാത്തൻ ത്വയ്യിബ. നിശ്ചയം ആ വ്യക്തിയെ നാം ജീവിപ്പിക്കും. ഹയാത്തൻ ത്വയ്യിബ, പരിമളം നിറഞ്ഞ ഒരു ജീവിതം, ശുദ്ധമായ ജീവിതം, മഹത്തായ ജീവിതം, മറ്റുള്ളവർ ആകർഷിക്കുന്ന ആകർഷണീയമായ ജീവിതം, മറ്റുള്ളവർ കൊതിക്കുന്ന ഒരു ജീവിതം. അത് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു കുടുംബജീവിതം പറഞ്ഞെടുത്തും ഭാര്യ ഭർത്താക്കൾ മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടണം. മറ്റുള്ളവർക്കും നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ ആകണം എന്ന് ആഗ്രഹിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതം ഹയാത്തൻ ത്വയ്യിബയാവുക. അംർ ബിൻ അബ്ബസ റളിയല്ലാഹു അൻഹു വഴി ഇമാമുസുന്ന അഹ്മദ് ബിൻ ഹംബൽ ഉദ്ധരിച്ചൊരു ഹദീസ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അയ്യുൽ ഇസ്ലാമി അഫ്ളൽ. ഏറ്റവും ശ്രേഷ്ഠവും മനോഹരവുമായ ഇസ്ലാമിക കർമ്മം എന്താണ്? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, തീബുൽ കലാം. നന്നായി വർത്തമാനം പറയലാണ്. നല്ല വർത്തമാനമാണത്.
നാവാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. അത് ശ്രദ്ധിച്ചാൽ മതി. അത് നല്ല വർത്തമാനം പറഞ്ഞ് ശീലിക്കണം. ഒരു വാക്ക് പറഞ്ഞ് രണ്ടാമത്തെ വാക്കിന് ദേഷ്യപ്പെടുകയും അസഭ്യം പറയുകയും പുലഭ്യം കാണിക്കുകയും ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന മനുഷ്യ ചേതനകളുള്ള നാട്ടിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. എന്തു വന്നാലും കണ്ണടച്ച് മിണ്ടാതെ പോവുകയാണ്. എന്താ കാരണം? എന്താ ഇനി പറയാൻ പോകുന്നതും ചെയ്യാൻ പോകുന്നതൊന്നും അറിയില്ലല്ലോ. കാരണം അത്രയും തലയ്ക്ക് യാതൊരു സുബോധവും പ്രവർത്തിക്കാത്ത, വിവേകമില്ലാത്തൊരു ജീവിതത്തിൻ്റെ ഒരവസ്ഥയാണ് ലോകമെങ്ങും ഇപ്പോൾ ഉള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ തീബുൽ കലാം, നല്ലത് പറഞ്ഞ് ശീലിക്കണം എപ്പോഴും എവിടെയും. അതുകൊണ്ടാണല്ലോ മൻ യളുമൻ ലി, ഇമാം ബുഖാരി ഉദ്ധരിച്ച വളരെ വലിയ ഒരു ഹദീസ്. എനിക്ക് ആർക്ക് ജാമ്യം നിൽക്കാൻ കഴിയും, കണ്ടീഷൻ, വ്യവസ്ഥ, പ്രതിജ്ഞ, കരാറെടുക്കാൻ കഴിയും എന്നോട്? നബി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മൻ യളുമൻ ലി മാ ബൈന ലിഹിയൈഹി വമാ ബൈന റിജിലൈഹി ഫഖദ് അളുമൻ ലഹുൽ ജന്ന. എന്നോടൊരാൾക്ക് വ്യവസ്ഥ ചെയ്യാൻ കഴിയണം, ദൃഢപ്രതിജ്ഞ. ഇരു താടിയെല്ലിന് ഇടയിലുള്ള ഒരു അവയവം, നാവ്, തെറ്റായി ഉപയോഗിക്കില്ല എന്നൊരു തീരുമാനം ഉണ്ടായാൽ മതി. ജനനേന്ദ്രിയം, അതും തെറ്റായി ഉപയോഗിക്കില്ല എന്ന് ഒരാൾക്ക് പ്രതിജ്ഞ എടുക്കാൻ കഴിഞ്ഞാൽ ഞാൻ അവന് സ്വർഗം വാഗ്ദത്തം ചെയ്യുന്നു. എത്ര വലിയ വാക്കാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യൻ്റെ ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം അതാണ്. ഇൻവെർട്ടർ ഓണാക്കുക. അപ്പോൾ ഒരു ജീവിതത്തിൻ്റെ അടിസ്ഥാന വിഷയമാണത്. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ. നല്ല കാര്യം അവൻ പറയട്ടെ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവർ നല്ല കാര്യം പറയട്ടെ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ഉണർത്തുകയുണ്ടായി. അപ്പോൾ പറഞ്ഞു വന്നത്, സൽപ്രവൃത്തി അത് മനസ്സിൽ ചിന്തിക്കാനും നാവുകൊണ്ട് പറയാനും പെരുമാറ്റത്തിൽ പ്രകടിപ്പിക്കാനും ജീവിതത്തിൽ അനുവർത്തിക്കാനും ആർക്ക് കഴിഞ്ഞു, അതാണായാലും പെണ്ണായാലും, വളരെ നല്ലൊരു ജീവിതം അല്ലാഹു അതിന് വാഗ്ദത്തം ചെയ്യുന്നു. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅ്മലൂൻ. നാം അവർക്ക് ജീവിതത്തിൽ അവർ ശ്രദ്ധയോടെ ജീവിച്ച ഈ നന്മകളുണ്ടല്ലോ, അതിന് ഭൗതിക ലോകത്ത് മാത്രമല്ല പ്രതിഫലം, മറിച്ച് അതിനേക്കാൾ ഉത്തമമായ ഫലം മഹ്ശറയിൽ നാം അവർക്ക് നൽകും. ഇതാണ് സൂറത്തുൻ നഹ്ലിലെ ഈ ആയത്ത്. റമളാൻ ജീവിതത്തിൽ ഇത്തരം മുഴുവൻ നന്മകളും സ്വാംശീകരിക്കാൻ പരിശീലിക്കുകയും അത് അനുവർത്തിക്കുകയും ചെയ്തവരാണ് ഇപ്പം നമ്മളെല്ലാവരും. അതിൻ്റെ ഫലം ഈ ദുനിയാവിലുണ്ട്, മഹത്തായ പ്രതിഫലം ആഖിറത്തിലുമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയത്. സൂറത്തുൻ നഹ്ൽ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു കൽപ്പിക്കുന്നത് നീതിബോധത്തെക്കുറിച്ചാണ്. നീതി നിറവേറ്റണം. അതിന് മനുഷ്യവംശത്തിൽ വിവേചനമുണ്ടാകാതിരുന്നാൽ മതി. മനുഷ്യരിൽ വിവേചനമില്ലാതെ നീതിബോധം നിലനിർത്താൻ കഴിയണം എന്നാണ് അല്ലാഹുവിൻ്റെ കൽപ്പന. ഇപ്പോൾ മനുഷ്യരിൽ ഏറ്റക്കുറച്ചിലും വ്യത്യാസങ്ങളും ഇല്ല. വിശുദ്ധ ഖുർആനിൽ ഒരു കൽപ്പനയുണ്ടല്ലോ, ലാ യജ്രിമന്നക്കും ഷനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു. ഏതെങ്കിലും ഒരു വിഭാഗത്തോടോ മതത്തോടോ മനുഷ്യരോടോ ആളുകളോടോ നിങ്ങൾക്കൊരനിഷ്ടമുണ്ട്, എന്തെങ്കിലും ഒരു വെറുപ്പ്,
അല്ലെങ്കിൽ ഒരു അകൽച്ചയുണ്ട്, അതിൻ്റെ പേരിൽ അവരോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. അവരോടാണ് നിങ്ങൾ നീതി കാണിക്കേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആൻ്റെ കൽപ്പന. അതാണ് ഇവിടെ കൽപ്പിച്ചത്. നീതിയാണ് ഇസ്ലാമിൻ്റെ മുഖമുദ്ര. നബിയെ സംബന്ധിച്ച് മലയാളത്തിൽ രചിച്ച ഒരു മഹാകാവ്യമുണ്ട്. അത് മാഹമ്മദം മഹാകാവ്യം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. മുസ്ലിങ്ങൾ അധികം അറിയാത്തതാണ്. കാരണം ലോകത്ത് 13,000-ലധികം ഔദ്യോഗിക ഭാഷകളും 14,000 അനൗദ്യോഗിക ഭാഷകളുമുണ്ട്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചൊരു മഹാകാവ്യം മറ്റാർക്കും രചിക്കാൻ കഴിഞ്ഞില്ല. അത് മലയാളത്തിലാണ് ഉണ്ടായത്. എന്നിട്ട് പോലും അത് കേൾക്കാത്തവരാ മുസ്ലിം ലോകം. അതല്ല നമ്മുടെ വിഷയം. നിനക്ക് നിത്യാശ്രയമൊന്നു വേറെ, നിനക്ക് നീതി പൊരുളൊന്നു വേറെ, നിൻ സംസ്കാരമതൊന്നു വേറെ, മുസൽമാൻ അവനൊന്നു വേറെ. ലോക മനുഷ്യ സമൂഹത്തിലൊരു മുസ്ലിമിനെ വേറിട്ട് നിർത്തുന്ന 3 ഘടകമാണ് വിശുദ്ധ ഈ മഹാകാവ്യത്തിൽ നബിയെ വർണ്ണിച്ചത്. അത് വളരെ വലുതാണ്. ആ 3 കാര്യങ്ങളും: വിശ്വാസത്തിൻ്റെ തനിമ, നീതിയുടെ പ്രത്യേകത, സംസ്കാരം. ഞാനത് ഒരിക്കൽ ഒരു ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 3മാണ് ഒരു മുസ്ലിമിനെ ലോകത്ത് ജനങ്ങളെ കൊണ്ട് ശ്രദ്ധിപ്പിക്കുന്നത്. ജനങ്ങളൊരു മുസ്ലിമിനെ ഇങ്ങനെ നോക്കിക്കാണുകയാണ്. സയ്യിദ് അബുൽ ഹസൻ അലി ഹസൻ നദ്വി എഴുതിയ ഒരു ബൃഹത്തായ പുസ്തകമുണ്ട്. അത് അൽ ഹയാത്തു ഫീ മദീനത്തിർ റസൂൽ. നിങ്ങൾക്ക് ലോകത്ത് ഏത് താഴ്വരയാണ് ഇഷ്ടപ്പെടുക ജീവിക്കാൻ? പലരും ലോകത്തിൻ്റെ മടിത്തട്ടുകളുള്ള ഒരുപാട് സ്ഥലം പറയും. പക്ഷെ അബുൽ ഹസൻ നദ്വി എഴുതുന്നത് അതല്ല. ലോകത്തൊരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ്റെ ഹൃദയം വെമ്പൽ കൊള്ളുന്നത് മദീനയിൽ ജീവിക്കാനാണ്. മദീനയിലെ ഒരു മനുഷ്യൻ്റെ ജീവിതം അവനെ പൂർണ്ണനായൊരു മനുഷ്യനാക്കുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രസിദ്ധനായ ഭാരതത്തിൻ്റെ കവിയാണ് അല്ലാമ ഇഖ്ബാൽ. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ മുഴുവൻ കാവ്യങ്ങളും നബിയെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. മദീനയിലെ ചൂടും തണുപ്പും കാറ്റും മരങ്ങളുടെ ആരവ ശബ്ദങ്ങളും ഇലകൾ അനങ്ങുന്നതും മനുഷ്യർ ചലിക്കുന്നതും കലപ്പയെന്തുന്നതും കൃഷി ചെയ്യുന്നതും നമസ്കരിക്കാൻ നിൽക്കുന്നതും അവരുടെ സഫിൻ്റെ ഐക്യം, അങ്ങനെ തുടങ്ങി. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അത് മദീനത്തുർ റസൂൽ. അതിനപ്പുറത്തേക്ക് വേറൊന്നും ചിന്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ നീതിയോടെ ജീവിക്കണം, നീതി കാണിക്കണം. ഖുർആൻ ഒരു വാക്കുകൂടി പറഞ്ഞു, അത് നിങ്ങൾക്കെതിരാണെങ്കിൽ പോലും, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാകാം, നിങ്ങളുടെ ബന്ധുക്കൾക്കെതിരാകാം, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കെതിരാകാം. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? നീതിയാണ് കാണിക്കേണ്ടത്. നമുക്കെതിരായിട്ട് നമ്മൾ നീതി വർത്തിക്കണം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉറവാള് ഒരാൾ മോഷ്ടിച്ചു. അത് പിന്നീട് കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ. അങ്ങനെ ഖാലി ഷുറൈഹിൻ്റെ അടുത്താണ് കേസ് വന്നത്. അലി എന്ന 4ാമത്തെ ഖലീഫയാണ്. 4ാമത്തെ ഖലീഫയാണ് അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ വിസ്താരം നടക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിന് വേറെ സാക്ഷിയും തെളിവൊന്നും സമർത്ഥിക്കാൻ കഴിഞ്ഞില്ല. ഖാലി ഷുറൈഹ് അതാ എടുത്തയാളുടേതാണെന്ന് വിധിച്ചു. ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് അറിയാമല്ലോ ഇത് എൻ്റെ അല്ല എന്നും എടുത്തതാണ്. ആ വാളും എടുത്ത് തിരിച്ചിറങ്ങി വെളിയിലേക്ക് വരുമ്പോൾ അലിയനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇത് അങ്ങയുടേതാണ്, ഞാൻ എടുത്തതാണ്, എൻ്റെ സാമർത്ഥ്യമാണ് ഇവിടെ ജയിക്കാൻ കാരണം, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഇനി അതിൻ്റെ പേരിൽ ഒരു വിഷമം തോന്നരുത്. അലി അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. തിരിച്ച് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് താങ്കൾ ആഗ്രഹിച്ചിട്ടെടുത്തതല്ലേ, ഇത് നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ. തിരിച്ചറിഞ്ഞാൽ മതി, നീതി സ്വന്തത്തിന് എതിരായി വന്നാൽ പോലും, കുടുംബത്തിനെതിരായാലും മാതാപിതാക്കൾക്കെതിരായാലും മക്കൾക്കെതിരായാലും നമ്മുടെ ആളുകൾക്കെതിരാണെങ്കിലും
നമ്മൾ നീതിയുടെ കൂടെ നിൽക്കണമെന്നാണ്. ഒരു ലോകത്തും അള്ളാഹുവിൻ്റെ റസൂലിന് ശേഷം നബി വളർത്തിയ സഹാബികൾക്ക് ശേഷം ഒറ്റപ്പെട്ട സംഭവങ്ങളെ നമുക്ക് പറയാൻ കഴിയൂ. നമുക്ക് പോലും നിൽക്കാൻ കഴിയില്ല. നീതിക്ക് വേണ്ടി പറയാൻ പറ്റുമോ? നമ്മുടെ ആൾക്കാർ ചെയ്തത് അനീതിയാണെങ്കിൽ അത് അനീതിയാണെന്ന് പറയാൻ കഴിയുമോ? കഴിയില്ലല്ലോ. റമദാൻ എന്തിനാണ് ഇനിയൊരു റമദാൻ നമുക്ക് വരേണ്ടത്? ഒന്നുമില്ല. ഈ വന്ന റമദാൻ വഴി നമുക്ക് എന്ത് നേടിയെടുത്തിട്ട് ജീവിത സാഫല്യം നേടാമെന്നാണ് പഠിക്കേണ്ടത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. 2 ഇഹ്സാൻ എന്നതാണ്. ഇഹ്സാൻ വല്ലാത്തൊരു ചോദ്യമാണ്. ഇതിങ്ങനെ അധികം ദീർഘിപ്പിക്കാൻ കഴിയില്ല, ഇന്ന് കരണ്ടും ഇല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു ജിബ്രീൽ അലൈഹിസ്സലാം, എന്താണ് ഇഹ്സാൻ? ഇഹ്സാൻ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ അതിന് മറുപടി പറയുന്നുണ്ട്. ഈമാൻ ചോദിച്ചു, ഇസ്ലാം ചോദിക്കുന്നുണ്ട്, കുറേ അടയാളങ്ങൾ ചോദിക്കുന്നുണ്ട് ഖിയാമത്തിനെ കുറിച്ച്. ഇതെല്ലാം ബുഖാരിയിലെ ഒരു ഹദീസാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു ഇദാ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്ത് അവൻ നിന്നെ കാണുന്നു എന്ന് നീ അനുഭവിക്കണം. നീ അവൻ്റെ മുന്നിലാണ് എന്നത് നിൻ്റെ ഒരു നിർവൃതമായ മനസ്സായി വരണം. അങ്ങനെ പൂർണ്ണ മനസ്സോടെ വേണം. ബൈബിളിൽ പറഞ്ഞ വാക്കതാണ്, പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ചിന്ത. ഇങ്ങനെ 3 പൂർണ്ണതകൾ പറഞ്ഞിട്ടാണ് ബൈബിളിൽ ക്രിസ്തുവിൻ്റെ ഉപദേശം പറഞ്ഞത്. ഇത് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് കഅന്നക തറാഹു ഇദാ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നിനക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയില്ല, പക്ഷേ അല്ലാഹുവിനെ നിന്നെ കാണാം. 7 വിഭാഗം ആളുകൾക്ക് അർശിൻ്റെ തണൽ പറഞ്ഞു. അതിലൊന്ന്, 7 പറയേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിനെ കാണുന്നില്ല, ഗൈബിയാണ്, അദൃശ്യനാണ്. അദൃശ്യനായ റബ്ബിൻ്റെ സാന്നിധ്യവും കാഴ്ചയും ഉണ്ട് എന്ന തിരിച്ചറിവിൽ തൻ്റെ ജീവിതത്തിൻ്റെ സ്ഖലിതങ്ങളിൽ ദുഃഖിച്ച് കരയുന്ന ആളുകളുണ്ട്. അവർക്കാണ് അർശിൻ്റെ തണൽ ലഭിക്കുക. ഇൽമുൽ ഗൈബിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞ വിശ്വാസം. ഗൈബാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാത്ത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അങ്ങനെ ഒരുപാട്. അദൃശ്യത്തിലാണ് ആ വിശ്വാസം. പക്ഷേ ആ വിശ്വാസം ജീവിതത്തിൻ്റെ ഓരോ നാഴികയിലും, ഓരോ ശ്വാസോച്ഛ്വാസത്തിലും, ഓരോ സെല്ലുകളുടെ വളർച്ചയിലും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം അനുഭവിക്കുന്നു എന്ന ബോധ്യതയിലാണ് അവനോട് നാം തിരിയുന്നത് എന്നർത്ഥം. അതാണ് ഇഹ്സാൻ. വഈതാഇ ദിൽ ഖുർബ. ബന്ധുക്കൾക്ക് നിങ്ങൾ നൽകണം, ബന്ധുക്കൾക്ക് നൽകണം. പലപ്പോഴും ലോകമെമ്പാടും ബന്ധുക്കൾ അവഗണിക്കപ്പെടാറുണ്ട്, അശ്രദ്ധമായ മേഖലയിൽ തള്ളപ്പെടാറുണ്ട്. മറ്റ് ലോകത്ത് ഒരുപാട് കാര്യങ്ങളും നമ്മൾ ചെയ്യും, ബന്ധുക്കൾക്കാണ് 1-ാം സ്ഥാനം. നമ്മളൊരു ഖുത്ബയിൽ അതിൻ്റെ വേറൊരു ആയത്ത് പറഞ്ഞിരുന്നു, വആതി ദൽ ഖുർബ ഹഖഹു. ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്, അവരുടെ അവകാശം കൊടുക്കാനാണ് പറഞ്ഞത്. സക്കാത്ത് നമ്മുടെ ഔദാര്യവും നമ്മളുടെ മനസ്സ് തീരുമാനിച്ച് നമ്മൾ കൊടുക്കുന്നതൊന്നുമല്ല. മറിച്ച് ഖുർആൻ പറഞ്ഞത് ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ഇന്ന സ്വലാത്തക സക്കനുൻ അലൈഹിം സ്വല്ലി അലൈഹിം ഇന്ന സ്വലാത്തക സക്കനുൻ ലഹും. അവരുടെ സമ്പത്തിൻ്റെ ഓഹരി നീ പിടിച്ചെടുക്കണം, എന്നിട്ടത് ആളുകൾക്ക് കൊടുക്കണം. അവരുടെ ഓഹരിയാണ്. അപ്പോൾ അവർ ശുദ്ധീകരിക്കപ്പെടും. സാമ്പത്തിക വിശുദ്ധി ഉണ്ടാവും, മാനസിക വിശുദ്ധി ഉണ്ടാവും, ചിന്താപരമായ വിശുദ്ധി ഉണ്ടാവും. സമ്പത്ത് കൂടിയാൽ ഇത് 3 നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. തുതഹിറു വതുസക്കീഹിം. അവരെ സംസ്കരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അള്ളാഹു അറിയിച്ചത് സൂറത്തു ദാരിയാത്ത്, വഫീ അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സായിലി വൽ മഹ്റൂം. ജീവിക്കാൻ വിഷമമുള്ളവർക്ക്
നിങ്ങൾക്ക് ജീവിക്കാൻ സൗകര്യമുണ്ട്, നിങ്ങളുടെ അടുത്തുള്ള സമ്പത്തിൽ അവർക്ക് അവകാശമുണ്ടെന്നാ പറഞ്ഞത്. ഹക്ക് എന്ന് പറഞ്ഞാൽ അവകാശം എന്നല്ലേ അർത്ഥം, വേറെ എന്താ അർത്ഥമുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജീവിതം തടയപ്പെട്ടവർക്കും നമ്മുടെ സമ്പത്തിൽ അവകാശമുണ്ട്. ആ അവകാശം ചോദിക്കുമ്പോൾ ആത്തു ഹക്കഹു യൗമ ഹസാദിഹി എന്നല്ലേ. ആത്തു ഹക്കഹു, അവൻ്റെ അവകാശം നിങ്ങൾ കൊടുക്കുക. എപ്പോൾ കൊടുക്കണം? നിങ്ങളുടേതായി നിങ്ങൾ വിളവെടുക്കുമ്പോൾ, ബാങ്കിൽ നിന്ന് കാശെടുക്കുമ്പോൾ, പാടത്ത് കൊയ്യുമ്പോൾ, തേങ്ങ ഇടുമ്പോൾ, കപ്പ പറിക്കുമ്പോൾ, ചേന നടുമ്പോൾ, അങ്ങനെ ഓരോന്നും എന്തെല്ലാമാണോ വരുമാന വഴി അത് നിങ്ങളുടേതായി വരുമ്പോൾ നിങ്ങൾ അവരുടെ അവകാശം കൊടുക്കണം. ആ അവകാശത്തിന് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്തെല്ലാം വാക്കുകൾ. അതങ്ങനെ നീട്ടിപ്പരത്തി പറയാൻ പറ്റില്ല. അതൊക്കെ എത്രയോ മണിക്കൂറുകൾ വേണം. 2 ബൃഹത്തായ കിതാബുകളുണ്ട്, അബൂ ഉബൈദയുടെയും അബൂ യൂസുഫ് അലൈഹി റഹ്മയുടെയും. ഒന്ന് കിതാബുൽ അംവാലാണ്, സമ്പദ് ശാസ്ത്രം മാത്രം, ഇസ്ലാമോ. അതൊന്നും നമ്മൾ കേൾക്കുക കാണുക പോലും ചെയ്യുന്നില്ല കേട്ടോ. മുസ്ലിം ലോകം തന്നെ അവഗണിച്ച 2 ഗ്രന്ഥങ്ങളാണ്. ഇന്നത്തെ പുരോഹിതന്മാരൊക്കെ അത് വായിക്കണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം സമകാലിക ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളിലൊന്നും ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല. ചൊറിയാൻ മാത്രമേ പണ്ഡിതന്മാർക്ക് കഴിയൂ. വരട്ടിയൊറി ബാധിച്ച ഒരു വിഭാഗം വെറുതെ ഫിത്ന ഉണ്ടാക്കുക എന്തെങ്കിലും പറഞ്ഞു. കിതാബുൽ അംവാലും കിതാബുൽ ഖറാജും വളരെ പ്രസിദ്ധമാണത്. അത് മുസ്ലിമീങ്ങളുടെ സമ്പത്ത് എങ്ങനെ അവർ സമ്പത്ത് ഉണ്ടാക്കാം, എങ്ങനെ വളർത്താം, എങ്ങനെ പരിപോഷിപ്പിക്കാം, എങ്ങനെ അത് വിനിമയം ചെയ്യാം, അപ്പം നാട്ടിലെന്തുണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിവരിച്ചതാണ്. അപ്പോൾ ഞാനത് നീട്ടുകയല്ല. നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾക്ക് നൽകണം. എന്താ ബന്ധുക്കൾക്ക് പാടില്ല എന്ന് പറയാൻ കാരണം, നിങ്ങളുടെ റേഷൻ കാർഡിൽ എല്ലാ ദിവസത്തിൻ്റെയും പരിരക്ഷണം, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ, മാനസിക ഉല്ലാസം, ഇത്രയും കാര്യം നിങ്ങളുടെ ചുമതലയായിട്ട് നിങ്ങൾ ഗൃഹനാഥനോ ഗൃഹനാഥയോ ആകും. നിങ്ങളുടെ കീഴിൽ കുറേ പേരുടെ പേരുണ്ട്, അവർക്ക് സക്കാത്ത് കൊടുക്കണ്ട. നിങ്ങളുടെ പണത്തിൻ്റെ സക്കാത്ത് അവർക്ക് കൊടുക്കരുതെന്ന്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്തുണ്ടാകുമായിരുന്നു? എല്ലാവരും പറയും ഞാൻ വൈഫിന് കൊടുത്തു, അല്ലെ മോന് കൊടുത്തു, മോക്ക് കൊടുത്തു എന്ന് പറയും. നിങ്ങൾക്കൊന്നും തരാനില്ല എന്ന്. മനസ്സിലായോ? എന്ത് ദീർഘവീക്ഷണ ഇതൊക്കെ. സൈനബ്, ഇമാം ബുഖാരിയുടെ ഒരു ഹദീസ്, സൈനബ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയുടെ അടുത്ത് വന്ന് ചോദിച്ചു. വല്ലാത്തൊരു ചോദ്യമാണ് അത്. ഈ ലോകത്ത് എല്ലാ പുരുഷന്മാരും പഠിക്കണം. അവൻ്റെ പുരുഷത്വത്തെയാണ് ഇത് ചോദ്യം ചെയ്യുന്നത്. ഇരട്ടക്കുള്ള തോക്കാണ് പുരുഷൻ്റെ നേർക്കുള്ള ആത്മാഭിമാനമുള്ളവർക്കെന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു, കത്തുപാട്ട് എന്നതുപോലുള്ളൊരു വാക്കാണ് ഇനി പറയാൻ പോണേ. അപ്പോൾ സൈനബ് ചോദിച്ചത്, നബിയെ എൻ്റെ സക്കാത്തിൻ്റെ ഒരു വിഹിതം, മുഴുവൻ സക്കാത്തല്ല കേട്ടോ, ഞാൻ എൻ്റെ ഭർത്താവിന് കൊടുത്താലോ? നബി പറഞ്ഞു, നിനക്ക് 2 കൂലി കിട്ടും. ഒന്ന് സക്കാത്ത് കൊടുത്തതിൻ്റെ, 2 ബന്ധം നിലനിർത്തിയതിൻ്റെ. അപ്പം അതിൻ്റെ പേരിൽ അയാൾ പോകില്ല അങ്ങോട്ട്. മനസ്സിലായോ? എന്താണ് അതിൻ്റെ കാരണം? മുഗ്നി ഇബ്നു ഖുദാമ ഉദ്ധരിക്കുന്നു. ഏറ്റവും പ്രസിദ്ധമായൊരു ഫിഖഹിൻ്റെ കിതാബാണ്. അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളിലുണ്ട്. ഭാര്യയ്ക്ക് ജീവിതത്തിൽ ഒരിക്കലും ഭർത്താവിനെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വമില്ല. ഭർത്താവിൻ്റെ സമ്പത്താണെങ്കിലോ ഭാര്യയ്ക്ക് കൊടുക്കാനും പറ്റില്ല. കാരണം ഭർത്താവിൻ്റെ സംരക്ഷണ ചുമതലയുടെ കീഴിലാണ് അവളുള്ളത്. ഭാര്യ പണിയെടുത്തിട്ട് ഭർത്താവിനെ നോക്കണോ? വേണ്ട. ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. തൊഴിലുറപ്പിന് ഭാര്യ പോവും, ഇയാൾ വെറുതെ ചായക്കടയിൽ പോയിരിക്കും, വൈകുന്നേരം ആകുമ്പോൾ കിട്ടുന്ന കാശാവും മേടിക്കും. മുസ്ലിം കുടുംബങ്ങളുടെ ദയനീയ അവസ്ഥയാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. എല്ലാവരിലും ഉണ്ട്. അതുകൊണ്ടാണ് സക്കാത്ത് നിങ്ങൾ ബന്ധുക്കൾക്ക് കൊടുക്കുക. ആ ബന്ധം എന്നത് ഇതാണ്. എന്തുകൊണ്ട് മാതാപിതാക്കൾക്ക് കൊടുത്തുകൂടാ? അവരുടെ മരണം വരെയും എൻ്റെ ചുമതലയാണ് അവരെ നോക്കൽ. എന്തുകൊണ്ട് മക്കൾക്ക് കൊടുത്തുകൂടാ? മക്കളുടെ സംരക്ഷണം നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ ഒരുപാട്. ഞാനിത് ഇത്രയും സൂചിപ്പിച്ചത് വളരെ പ്രാധാന്യമാണ് കുടുംബ ബന്ധം. സൂറത്തുൻ നിസായിലെ 1-ാമത്തെ ആയത്ത് ആരംഭിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങളെ ബന്ധിപ്പിക്കുന്നത് ഈ റഹ്മാണ്. ആത്മബന്ധങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കുന്നത് ഈ പറയുന്ന കുടുംബ ബന്ധങ്ങളാണ്. പരലോകത്ത് ചോദ്യം ചെയ്യുന്നത് തന്നെയാണ്.
വളരെ ഗൗരവമുള്ള കാര്യമാണ്. വയൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ ഫഹ്ശാഉം മുൻകറും അള്ളാഹു നിരോധിക്കുന്നു. മുസ്ലിങ്ങൾ ഈ ഒരു മാസം ദിനരാത്രങ്ങളിലൂടെ അവൻ ട്രെയിൻഡ് ആകുകയാണ്, പരിശീലനം നേടുകയാണ്. എന്തെല്ലാം കാര്യത്തിൽ? ഫഹ്ശായിൽ. അള്ളാഹു എല്ലാ നീച പ്രവൃത്തികളും നിരോധിച്ചു. എല്ലാ അപരിചിതത്വം നിറഞ്ഞ കാടത്വമുള്ള കാര്യങ്ങളും നിരോധിച്ചു. അബൂദാവൂദിൻ്റെ സുനനിൽ രേഖപ്പെടുത്തിയൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൈസൽ മുഅ്മിനു ബിത്തആൻ വലൽ ലആൻ വലൽ ഫാഹിഷ് വലൽ ബദിയ്. നമ്മളിൽ ഓരോരുത്തരും നമ്മൾ ആരാകണം എന്നാണ് ഈ ഹദീസ് പറയണത്. മുഅ്മിൻ ഒരിക്കലും ശപിക്കുന്നവനല്ല. കാലമാടൻ അത് വരട്ടെ ഇത് വരട്ടെ നാശം വരട്ടെ നരകത്തിൽ പോട്ടെ ഇടിവെട്ട് കൊള്ളട്ടെ, ഇങ്ങനെ ഉണ്ടല്ലോ, പാമ്പ് കടി കൊള്ളട്ടെ എന്നൊക്കെ പറയൂലേ? പറയൂല. അങ്ങനെ ഒരു മുഅ്മിനും പറയൂല. 2, നീചമായ ഒരു പ്രവൃത്തിയും ചെയ്യില്ല. അതൊരു വല്ലാത്ത കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നമുക്കെല്ലാവർക്കും എന്തുണ്ട്? ആൻഡ്രോയിഡ് ഫോണുകൾ. അപ്പോൾ എന്താ അതിൻ്റെ ഒരു പ്രത്യേകതയെന്ന് ചോദിച്ചാൽ അതിൽ നമുക്ക് ചാറ്റ് ചെയ്യാം. നമ്മൾ ആരാണെന്ന് വെളിപ്പെടുത്തേണ്ട. ആരുടെയും നല്ലൊരു പ്രൊഫൈൽ ഇട്ടാൽ ചിത്രം, മറുതലയ്ക്കുള്ള ആളും ചാറ്റ് ചെയ്തോളൂ. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും എല്ലാ കെണികളും കാളകൂടങ്ങളും സംഭവിക്കുന്നു. ഫാഹിഷ് എന്ന് പറഞ്ഞാൽ അതാണ്. അവന് ഭാര്യയും മക്കളുമുണ്ട്, കുടുംബമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. പിന്നെ അവൻ ആരെയാ അന്വേഷിച്ച് പോണത്? മനഃശാസ്ത്രത്തിലൊരു വലിയ ചൊല്ലുണ്ട്, അല്ല അങ്ങനെയല്ല, ഒരു പഠനമുണ്ട് ആ വിഷയത്തിൽ. 7 വർണ്ണങ്ങളിലാണ് സൗന്ദര്യം. 7 വർണ്ണം. ഈ ഖുർആൻ ഓതേണ്ടത് എങ്ങനെയാ? 7 ട്യൂണിലാണ് ഖുർആൻ ഓതേണ്ടത്. അതിൻ്റെ സാഹിത്യം, അതിൻ്റെ സംഗീതം, അതിൻ്റെ നാദം, 7 സ്വരങ്ങളാണ് ഖുർആൻ്റെ പാരായണം. സൗന്ദര്യം 7 വർണ്ണങ്ങളാണ്. ഈ 7 വർണ്ണങ്ങളില്ലാത്ത സൗന്ദര്യം ലോകത്തില്ല. നിങ്ങൾ ഏത് വേണമെങ്കിലും നോക്കിക്കാം. ഈ 7 സൗന്ദര്യങ്ങളും ഒന്ന് ചേരുന്നത് ഒരു പെണ്ണിലുള്ളൂ എന്ന് പഠിപ്പിക്കുന്നിടത്താണ് മനുഷ്യ മനസ്സിനെ പഠിച്ച മനഃശാസ്ത്രജ്ഞരായ ആളുകൾ ഭർത്താവിനെ ഉപദേശിക്കുന്നത്. അപ്പോൾ എല്ലാ സൗന്ദര്യവും തൻ്റെ ഭാര്യയിലാണെങ്കിൽ പിന്നെ വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലായോ? നബി പലപ്പോഴും ആയിഷയെ വിളിച്ചത് യാ ഹുമൈറ എന്നാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നൊരു ഹദീസ്. അതൊരു വല്ലാത്ത വാക്കാണ് ആ പദമൊക്കെ. അത് ആയിഷ എന്ന് വിളിച്ചാൽ പോരെ? ഐഷു എന്ന് വിളിക്കാമല്ലോ. അതൊന്നുമല്ല. അപ്പം നബി കുറച്ചുകൂടി ഓമനത്വമുള്ള, സന്തോഷമുള്ള, കേട്ടാൽ ഇമ്പം കൊള്ളുന്ന രൂപത്തിൽ ഭാര്യയെ വിളിക്കുന്ന പേരുകൾ നമുക്കും അങ്ങനെ വിളിക്കാമല്ലോ. അപ്പം ഞാൻ സൂചിപ്പിച്ചത്, ഫാഹിഷല്ല ഒരു മുസ്ലിം, അവൻ നീചനാവൂല. മുൻകറായ കാര്യങ്ങൾ നിരോധിക്കൂല, ചെയ്യൂല. എന്താ കാരണം? മുൻകറിലാണ് ഹറാമുള്ളത്, മഅറൂഫിലാണ് എല്ലാ ഹലാലും ഉള്ളത്. മദ്ഹബുകൾ രൂപപ്പെടുന്നതിൻ്റെ ബേസ് അതാണ്, മുൻകറും മഅറൂഫും. അങ്ങനെയാണ് ഹലാലും ഹറാമും തിരിച്ചത്. ഒക്കെ നിങ്ങൾ ഉസൂൽ ശ്രദ്ധിച്ചു നോക്കുക. വലൽ ബദിയ്, കാടനായിരിക്കില്ല, സംസ്കാരമുള്ളവനായിരിക്കും. അപ്പോൾ എന്താ? ഭക്ഷണ സ്ഥാനത്ത് അവനിരിക്കുകയാണ്, കാടത്തം കാണിക്കില്ല. നോമ്പ് തുറക്കാൻ വിളിച്ചതാണ്, ഒരുപാട് പേരുണ്ട്. എല്ലാവരും വാരിക്കൂട്ടി തിന്നണം. അത് വളരെ കുറേശ്ശെ ചെറുതായിട്ടെടുത്ത് കടിച്ച് ചവച്ച് ബിസ്മി ചൊല്ലി വേറൊരാൾക്ക് ശബ്ദം ഉണ്ടാകാതെ, ബഹളം ഉണ്ടാക്കാതെ, മറ്റൊരാൾക്ക് അറപ്പ് തോന്നാത്ത രൂപത്തിൽ ഭംഗിയായിട്ട് കഴിക്കണം. അപ്പോൾ ചുമക്കേണ്ടി വന്നു. അപ്പോൾ എന്തു ചെയ്യണം? ടവല് കൊണ്ട് മുഖം പൊത്തണം. അങ്ങനെയാണല്ലോ. കാടനായ ഒരാളാണെങ്കിൽ അവിടെ തന്നെ അതാണല്ലോ. നബിയുടെ പള്ളിയിൽ സഹാബികൾ ഇരുന്നപ്പോഴല്ലേ ഒരു കാടൻ വന്നത് എന്ന് പറഞ്ഞാൽ വലിയ ഗ്രാമീണനായൊരു പാവപ്പെട്ടവൻ. അവൻ നോക്കിയപ്പോൾ വലിയ തടസ്സമൊന്നുമില്ലാതെ ഒരു ഓല വെച്ച് മറച്ച സ്ഥലത്ത് മണൽ കിടക്കുകയാണല്ലോ. പള്ളിയുടെ മുഴുവൻ മണലില്ല, അവിടെ മൂത്രമൊഴിച്ചു അയാൾ. ഇപ്പോൾ നമുക്ക് പറ്റുമോ റോഡ് സൈഡിൽ എവിടെയിൽ നിന്നും മൂത്രമൊഴിക്കാൻ? എന്താ കാരണം? ബദിയല്ലാത്തത് കൊണ്ടാണ്. ഒരു മനുഷ്യനെ സാംസ്കാരികമായി വളർത്തിയതാണ്. ശരി. വൽ ബഗിയ്, നിങ്ങൾ ആരോടും ശത്രുത കാണിക്കരുത്, അതിക്രമം കാണിക്കരുത്. യഅ്ലുക്കും ലഅല്ലക്കും തദക്കറൂൻ, അള്ളാഹു ഇതൊക്കെ നിങ്ങളോട് ഉപദേശിച്ചത് നിങ്ങൾക്ക് വീണ്ടും വിചാരം ഉണ്ടാകാൻ വേണ്ടിയാണ്. റമദാനിൻ്റെ ഈ അവസാന വെള്ളി
നമ്മൾ ആ മഹത്തായ മാസത്തോട് വിട പറയുന്നൊരു വെള്ളിയാഴ്ചയാണ്. റമദാനിലെ ഓരോ കാര്യങ്ങളും പകലുകളിലൂടെ അള്ളാഹു നമ്മിൽ ഉണർത്തിയ, ഗൗരവമായി കൽപ്പിച്ച, മാറ്റങ്ങൾ ഉണ്ടാക്കിയ, ജീവിതത്തിൽ വന്ന മഹാ അനുഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെ അനുഭവിക്കാൻ യോഗം തന്നെ അള്ളാഹുവിനോട് നന്ദിയോടെ നാം പെരുമാറുക, ശുക്റുള്ളവരാവുക, പ്രാർത്ഥനയിലാവുക. അള്ളാഹു നാം ഏവരെയും സഹായിക്കുമാറാകട്ടെ.